ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ മാങ്ങാച്ചാർ ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി ഓളൊന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി മാങ്ങാച്ചാർ ഉണ്ടാക്കണം എങ്ങനെ നോക്കാം. അപ്പോൾ ഞാനിത് അവിടെ മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മാങ്ങ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക കേട്ടോ. മാങ്ങയ്ക്ക് ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഇത് അതുപോലെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ നല്ലെണ്ണയിലാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കിയെടുക്കണത്. അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കണം കേട്ടോ നല്ലത്. ഇനി എണ്ണ നന്നായിട്ടും ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചിട്ട് എടുക്കണ്ടേ. കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ നമ്മൾ മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ വെളുത്തുള്ളി എടുക്കുമ്പോൾ വെളുത്തുള്ളി എപ്പോഴും കുറച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഇനി തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. ഈ വെളുത്തുള്ളി എണ്ണയിൽ കടന്നിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇതാ ചെറുതായിട്ടൊന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട്, ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് 5 ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവില്ലാത്ത മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 5 ടീസ്പൂൺ ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ ഒരു 1.5 ടീസ്പൂണ് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് ഉലുവപ്പൊടി, ഇനി 1 ടീസ്പൂണ് കടുക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഈ തീ ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ പൊടികളെ പച്ചമണൊക്കെ ഒന്ന് മാറി കിട്ടുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ. പൊടികൾ ഇട്ടതിന് ശേഷം വഴറ്റിയിട്ട് എടുക്കുമ്പോൾ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് വേണേ വഴറ്റിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ പൊടികളെ പച്ചമണൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഉപ്പ് നമ്മൾ നേരത്തെ മാങ്ങയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ സുർക്ക കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സുർക്കൻ്റെ അളവൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കുക കേട്ടോ. മാങ്ങൻ്റെ പുളിക്കനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ കൂടി ഇട്ട് കൊടുക്കണ്ടേ. മാങ്ങയിൽ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കുക. നമ്മളെ മസാല മാങ്ങൻ്റെ എല്ലാ ഭാഗത്തും പിടിച്ച് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണ്ടേ. അപ്പോൾ ഞാൻ എന്താ അവിടെ മാങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സുർക്ക കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പുളി കുറവുള്ള മാങ്ങയാണ്, അപ്പോൾ അതുകൊണ്ട് 2 ടീസ്പൂൺ സുർക്കം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണ്ടേ. നമ്മൾ ഈ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. 1 ടീസ്പൂണ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കുക. ഈ തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടാറിയതിന് ശേഷം നമ്മളെ ഗ്ലാസിൻ്റെ ബോട്ടിലൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം അങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുമ്പം നനവുള്ള സ്പൂണും കയ്യിലുകളൊന്നും അച്ചാറിൽ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നനവുള്ള സ്പൂണും കയ്യിലൊക്കെ അച്ചാറിൽ ഇട്ടാൽ വേഗത്തിൽ അച്ചാർ കേടന്ന് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.